മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ശൈത്യയും അനുമോളും തമ്മിൽ സംസാരിക്കുകയാണ്. പി ആറിനെ കുറിച്ചാണ് ഇവരുടെ സംസാരം. കാരണം അനുമോളുടെ പി ആർ കാരണമാണ് ശൈത്യ പുറത്ത് സൈബർ ബുള്ളിങ് അനുഭവിക്കുന്നതെന്നാണ് ശൈത്യ പറയുന്നത്. കൂടാതെ അനുമോളുടെ പി ആറിനെ കുറിച്ച് പുറത്ത് സംസാരിച്ചൊരു വ്യക്തിയും കൂടിയാണ് ശൈത്യ. എന്തായാലും പി ആറിനെ കുറിച്ച് ഇപ്പോൾ അനുമോള് ശൈത്യയോട് പറയുന്നത്, എനിക്ക് പി ആറിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജെന്യുവിൻ ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അത് ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്നും സമ്പാദിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വീട്ടുകാരും ഫ്രണ്ട്സുമാണ് പറഞ്ഞത്, ബിഗ് ബോസ് ഹൗസിൽ പോകണമെങ്കിൽ ഒരു പി ആർ ആവശ്യമാണ്. പി ആർ ഇല്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല. നിനക്ക് റീൽസ് ഇടാനും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരാൾ വേണമെന്ന്. അങ്ങനെ ഇവിടെ നിന്നിറങ്ങിയ കുറച്ച് ആളുകൾ പറഞ്ഞാണ് ഈ പറയുന്ന പി ആറിനെ ഞാൻ സമീപിച്ചത്. അയാൾ നല്ലതാണ്, വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അയാളെ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ച എമൗണ്ട് 15 ലക്ഷം രൂപയായിരുന്നു. ആ ഒരു എമൗണ്ട് കേട്ടപ്പോഴേ ഞാൻ അയാളോട് പറഞ്ഞു, പറ്റില്ല, ഇത് ശരിയാവില്ല, പി ആർ വേണ്ട എന്ന്. പിന്നീട് അയാൾ എന്നോട് പറഞ്ഞത്, ഞാൻ ഒരാളുടെ പി ആറെ എടുക്കൂ. എന്നിട്ട് അനുമോള് പറയുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെയും അയാളെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ 1 ലക്ഷം രൂപ തരാം, ഇവിടെയുള്ള ആരുടെ വേണമെങ്കിലും പി ആർ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, ആരൊക്കെയാണ് കയറുന്നത് എന്നൊന്ന് നോക്കട്ടെ, എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അയാൾ എന്നെ വിളിച്ചിട്ടേ ഇല്ല എന്നാണ് അനുമോള് പറയുന്നത്. പിന്നെ അനുമോള് ശൈത്യയോട് പറയുന്നത്, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ആർക്കും കൊടുക്കില്ല, എൻ്റെ ചേച്ചിയുടെ കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, പക്ഷേ നിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്നത് അവനാണ്. അപ്പോൾ അനുമോള് പറയുന്നത്, അതെൻ്റെ പേജല്ല, എൻ്റെ പേരിൽ തുടങ്ങിയ മറ്റൊരു പേജാണ്, എൻ്റെ ഫോൺ ചേച്ചിയുടെ കയ്യിലാണ്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, 1.5 മില്യൺ ഉള്ള ഒരു അക്കൗണ്ടാണ് അവൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഉടനെ അനുമോള് ചോദിക്കുന്നത്, എൻ്റെ പാസ്വേഡ് ഇല്ലാതെ അവൻ എങ്ങനെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറാം? ഉടനെ ശൈത്യ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ നിൻ്റെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ അവൻ്റെ കയ്യിലാണ്, അവനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അവൻ എൻ്റെ അച്ഛനെ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് അനുമോള് 15 ലക്ഷം രൂപ തന്നു എന്നാണ്. നീ എന്നോട് പറഞ്ഞ എമൗണ്ടും 15 ലക്ഷം രൂപയാണ്. അപ്പോൾ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ശരിയാണ് എന്ന് തോന്നി. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ഞാൻ കൊടുത്തു എന്നല്ല പറഞ്ഞത്, അയാൾ എന്നോട് ചോദിച്ചൊരു തുകയാണ് നിന്നോട് പറഞ്ഞത്. ഇത്രയും തുക എൻ്റെ അക്കൗണ്ടിലില്ലെന്ന് എൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അറിയാം. എന്നിട്ട് അനുമോള് പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് പേര് എനിക്ക് 15 ലക്ഷം രൂപയുടെ പി ആർ ഉണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. അവരെ ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിച്ചു തരും, നിനക്കും ഞാൻ കാണിച്ചു തരാം എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അനുമോള് ശൈത്യയോട് ചോദിക്കുന്നത്, ബിൻസിയോടും ഞാൻ ഈ ഒരു എമൗണ്ട് പറഞ്ഞെന്ന് ബിൻസി പറയുന്നുണ്ടായിരുന്നു, എനിക്കെന്താ അത്രയ്ക്ക് ബോധമില്ലേ? ഇനി ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തു എന്ന് ആരെങ്കിലും പറയുമോ? എനിക്ക് 30 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നൊക്കെ പറഞ്ഞ് അനുമോള് ആ വീടിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യ ചോദിക്കുന്നുണ്ട്, നിനക്ക് 2 വീടില്ലേ എന്ന്. അത് ചേച്ചിക്ക് പണിത് കൊടുത്ത വീടാണ്, ചേച്ചി കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ അനുമോള് പറയുന്നു. ദൈവം സത്യമാണേ ഞാൻ 15 ലക്ഷം രൂപ കൊടുത്തിട്ടില്ല എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യയും പറയുന്നത്, യൂണിവേഴ്സൽ സത്യമാണെങ്കിൽ ഞാൻ പറയുന്നു, നിന്റെ പി ആർ എൻ്റെ അച്ഛനോട് പറഞ്ഞത് നീ 15 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു എന്നാണ്. എന്തായാലും അവസാനം അനുമോള് പറയുന്നു, ഇവിടെ നിന്നിറങ്ങിയിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം. നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ അയാളോട് ചോദിക്കാം 15 ലക്ഷം രൂപ ഞാൻ അയാൾക്ക് എപ്പോഴാണ് കൊടുത്തതെന്ന്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, ശരി, നമുക്ക് ചോദിക്കാം എന്ന് പറയുന്നു. എന്തായാലും അനുമോളുടെ ആ ഒരു പി ആറിൻ്റെ വിഷയത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. അനുമോള് പറയുന്നത് അത്രയും എമൗണ്ട് കൊടുത്തിട്ടില്ല എന്നാണ്. എന്തായാലും അനുമോൾക്ക് പി ആർ ഉണ്ട് എന്ന് അനുമോൾ തന്നെ സമ്മതിച്ചു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.